നമ്മുടെ സയൻറ്റിഫിക് വേൾഡിൽ AI റോബോട്ടിക്സ് ഫീൽഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള, അതേസമയം മനുഷ്യവർഗത്തിന് ഡിസാസ്ട്രസ് ആകാനും ചാൻസ് ഉള്ള ഒരു കണ്ടുപിടുത്തത്തെ പറ്റിയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ChatGPT എന്ന് പറയുന്ന AI എന്ന്. ഒരു മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനും ഒരു മനുഷ്യനെ പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും കഴിവുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ChatGPT എന്ന് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിന് സ്വന്തമായിട്ട് പടങ്ങൾ ജനറേറ്റ് ചെയ്യാനും വീഡിയോ ജനറേറ്റ് ചെയ്യാനും വരെ പഠിച്ചു അല്ലേ. ഈ പവർഫുൾ ആയിട്ടുള്ള ChatGPT എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വന്തമായിട്ട് ഒരു ഫിസിക്കൽ ബോഡി കിട്ടിയാൽ എങ്ങനെയിരിക്കും, ഒരു റോബോട്ടിക് ബോഡി കിട്ടിയാൽ എങ്ങനെയിരിക്കും, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. Meet Figure 1, most advanced ChatGPT powered humanoid robot. Hey Figure 1, what do you see right now? I see a red apple on a plate in the center of the table, a drying rack with cups and a plate, and you standing nearby with your hand on the table. ChatGPTയുടെ പാരന്റ് കമ്പനിയായ OpenAI അതുപോലെ തന്നെ റോബോട്ടിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്ന കമ്പനിയും കൊളാബറേറ്റ് ചെയ്ത് ഡിസ്കവർ ചെയ്ത ഒരു റോബോട്ടാണ് Figure 1. പക്ഷേ ഹ്യൂമനോയിഡ് റോബോട്ട്സ് എന്ന് പറയുന്നത് അത്ര പുതിയതായിട്ടുള്ളൊരു കാര്യമല്ലല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സിനെ കണ്ടിട്ടുണ്ട്. ടെസ്ലയുടെ ഓപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഉണ്ട്. പക്ഷേ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് Figure 1 എന്ന് പറയുന്ന AI പവേർഡ് ഹ്യൂമനോയിഡ് റോബോട്ട്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ ഹ്യൂമനോയിഡ് റോബോട്ട് നോക്കുകയാണെങ്കിലും ടെസ്ലയുടെ റോബോട്ട് നോക്കുകയാണെങ്കിലും എല്ലാ റോബോട്ടുകളും പ്രീ പ്രോഗ്രാംഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോയിൻ്റ് എയിൽ നിന്നും പോയിൻ്റ് ബിയിലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റിലേക്ക് ചാടുക, ഇന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്ന പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുക. ഈ ആക്ഷൻസ് എല്ലാം പ്രീ പ്രോഗ്രാംഡ് ആണ്. ഈ പറഞ്ഞ റോബോട്ടുകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പക്ഷേ Figure 1 പോലുള്ള AI പവേർഡ് റോബോട്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലിലാണ് അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഈ റോബോട്ടുകളുടെ മുന്നിലുള്ള ഒരു കാര്യം ഇത് സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും, സ്വന്തമായിട്ട് ചിന്തിക്കും, എന്നിട്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻ ആ റോബോട്ട് തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കും. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രോസസ്സ് അതേപോലെ ഈ റോബോട്ടും ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പാടായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. നമുക്ക് ഇവൻ്റെ ഡെമോ ഒന്ന് കണ്ടു നോക്കാം. Great, can I have something to eat? Sure thing. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റോബോട്ടിനോട് ഗിവ് മീ സംതിങ് ടു ഈറ്റ് എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് റോബോട്ട് അത് കേൾക്കുന്നു. കേട്ടിട്ട് അടുത്ത ആക്ഷൻ എന്താണ്, ഈ ഏരിയയിൽ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് റോബോട്ട് നോക്കുന്നു. എന്നിട്ട് അത് ആപ്പിൾ സ്പോട്ട് ചെയ്യുന്നു. സ്പോട്ട് ചെയ്തിട്ട് അടുത്ത കാര്യം പ്ലാൻ ചെയ്യുന്നു. എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? ഈ ആപ്പിൾ എടുക്കണം, എടുത്തിട്ട് ഈ ആപ്പിൾ ചോദിച്ച ആൾക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഇത് സ്വന്തമായിട്ട് ആലോചിച്ച് എടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആ റോബോട്ടിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാര്യകാരണങ്ങൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തിനാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്, എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്ന്. അത് മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അവൻ നമുക്ക് പറഞ്ഞു തരും ഇനി എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത് എന്ന്. Great. Can you explain why you did what you just did while you pick up this trash? On it. So I gave you the apple because it's the only edible item I could provide you with from the table. കണ്ടില്ലേ, മുന്നിലുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് ഈ റോബോട്ട് മനുഷ്യരെ പോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ മുന്നിലുള്ള വസ്തുക്കളെ എങ്ങനെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഫിസിക്കൽ ആക്ഷൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് ഓർത്ത് വയ്ക്കാനും മാത്രമല്ല അതിന് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവും ഇപ്പോൾ ChatGPTക്ക് കിട്ടിയിട്ടുണ്ട്.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമുക്ക് ഇമോഷൻസ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫെമിലിയറാണ്. പക്ഷേ ഒരു റോബോട്ട് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക എന്ന് പറയുന്നത്, അതിന് ഹങ്കർ എന്താണെന്ന് അറിയില്ല, അതിന് വിശപ്പ് എന്താണെന്ന് അറിയില്ല. സോ ഈ ഒരു റോബോട്ടിന് ഇത്രയും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലീപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് വെറും 18 മാസമേ ആയിട്ടുള്ളൂ. ഒരു 2 മാസം മുമ്പ് ഒരു ടെസ്റ്റ് റണ്ണിൻ്റെ സമയത്ത് ഈ ഒരു റോബോട്ട് എങ്ങനെയാണ് ഒരു കോഫി ഉണ്ടാക്കുന്നതെന്ന് അവരൊരു ട്രയൽ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 2 മാസം കൊണ്ടാണ് കോഫിയിൽ നിന്നും ഈ ഒരു ആക്ഷനിലേക്ക് ഈ ഒരു റോബോട്ട് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. ഈ ഫിഗർ എന്ന് പറയുന്ന കമ്പനി, ഫിഗർ 1 എന്ന് പറയുന്ന റോബോട്ടിനെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് ഹസാർഡസ് ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വർക്കിംഗ്, ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കുകൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈനിലുള്ള വർക്ക്, അതുപോലെ തന്നെ ഈ റേഡിയേഷനുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിലുള്ള മനുഷ്യർക്ക് ചെയ്യാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യിക്കുക, അതുപോലെ തന്നെ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡിൽ പ്രൊഡക്ഷൻ കൂട്ടുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കുമോ സംഭവിക്കുന്നത്? നിങ്ങൾ ഐ റോബോട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മനുഷ്യരും റോബോട്ടുകളും ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി. അവിടെ ഈ റോബോട്ടുകളെ പവർ ചെയ്യുന്ന അതിൻ്റെ ബ്രെയിൻ, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൽഫ് അവെയർ ആകുന്നതും അത് കാരണം, റോബോട്ടുകൾ കാരണം മനുഷ്യർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും വളരെ രസകരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു മൂവിയാണ് ഐ റോബോട്ട് എന്ന് പറയുന്നൊരു മൂവി. ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷെ നമ്മൾ അന്ന് കണ്ട സമയത്ത് ഇത് വെറും ഒരു സയൻസ് ഫിക്ഷൻ പോലെ ആയിരുന്നു. ഇതൊന്നും ഒരിക്കലും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു കാര്യം പോലെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു സൊസൈറ്റി, ഹ്യൂമൻ ബീങ്സും റോബോട്ടുകളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റി വിദൂരമല്ല. ഈ ഫിഗർ 1 എന്ന് പറയുന്ന റോബോട്ടിൻ്റെ വരവോടുകൂടി ഈ ഒരു സൊസൈറ്റിയുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഈ ChatGPT എന്ന് പറയുന്ന റൈറ്റിംഗ് പ്രോംപ്റ്റ് ലോകത്തിനെ മാറ്റിമറിച്ച ഒരു AI ഡിസ്കവറി ആയിരുന്നു അല്ലേ. ഈ ChatGPTയുടെ ഓരോ വേർഷനുകളിലും ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം റിമാർക്കബിൾ ആണ്. പണ്ട് ടൈപ്പിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു. പിന്നെ അവൻ സ്വന്തമായിട്ട് പടങ്ങൾ വരയ്ക്കാൻ പഠിച്ചു, പിന്നെ സ്വന്തമായിട്ട് റിയാലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പഠിച്ചു. നമുക്കത് കണ്ടാൽ മനസ്സിലാവത്ത് കൂടിയില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് വീഡിയോ ആണെന്ന്. പക്ഷേ ChatGPTയുടെ ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യർക്കുണ്ടാവുന്ന നഷ്ടങ്ങളും വളരെയധികം കൂടുതലായിരുന്നു. IT ഫീൽഡിൽ ഒരുപാട് വർക്കേഴ്സിനെ ChatGPT കാരണം പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന കാര്യം തന്നെയാണ്. കാരണം മുമ്പൊക്കെ കോഡ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും ഒരു മനുഷ്യൻ ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ChatGPTയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇന്ന കാര്യങ്ങളുള്ള ഒരു വെബ്സൈറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുള്ള ഇന്ന ഫങ്ഷനാലിറ്റീസ് ഉള്ള സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. വെറും മിനിറ്റുകൾ കൊണ്ട് ഒരു ഫുള്ളി ഫങ്ഷണൽ കോഡ് ഈ ChatGPT നമുക്ക് തരും ഫ്രീ ആയിട്ട്. IT ഫീൽഡ് മാത്രമല്ല, ഡിജിറ്റൽ ഡിസൈനേഴ്സ്, നമുക്കിപ്പോൾ ഡിജിറ്റലി പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും പടങ്ങൾ എഡിറ്റ് ചെയ്യാനും AI അവൈലബിൾ ആണ്. അതിനും ഒരാളിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഫീൽഡിലും ഒരുപാട് ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പല കമ്പനികളും. മാത്രമല്ല മാർക്കറ്റിംഗ് ഫീൽഡ്, ഒരുപാട് ടെലികോളേഴ്സിൻ്റെ ജോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ChatGPT പവേർഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട്സ് ഉണ്ടല്ലേ, ഈ ചാറ്റ് ബോട്ടുകൾ കാരണം ഒരുപാട് ആൾക്കാരുടെ ജോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം US-ൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ഒരു കാൻഡിഡേറ്റിൻ്റെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ നടത്തിയതും കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തതും ക്വസ്റ്റ്യൻസ് ചോദിച്ചതും കാൻഡിഡേറ്റിൻ്റെ റെസ്പോൺസ് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്തിയതും എല്ലാം ഒരു AI പവേർഡ് ചാറ്റ് ബോട്ടായിരുന്നു. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് മാത്രമാണ്. ഇങ്ങനെ ഓരോ ഫീൽഡുകളിലും, എല്ലാ ഫീൽഡുകളിലും ChatGPT അല്ലെങ്കിൽ AI മനുഷ്യരെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാവിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. പിന്നെ അന്ന് ChatGPT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ലോജിക്കൽ സോഫ്റ്റ്വെയർ പീസായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ChatGPTക്ക് ഒരു റോബോട്ട് ബോഡി കൂടെ കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതിന് ഫിസിക്കൽ ആക്ഷൻസും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ChatGPT എന്ന് പറയുന്ന AI ബ്രെയിനിന് ഇപ്പോൾ ഫിഗർ 1 എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ റോബോട്ട് ബോഡിയിലിരുന്നിട്ട് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ മുന്നിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ ആ റോബോട്ടിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാര്യകാരണങ്ങൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തിനാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്, എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്ന്.
അത് മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അവൻ നമുക്ക് പറഞ്ഞു തരും ഇനി എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത് എന്ന്. Great. So, based on the scene right now, where do you think the dishes in front of you go next? The dishes on the table, like that plate and cup, are likely to go into the drying rack next. Great. Can you put them there? Of course. ഇത് OpenAI എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ അനേകം കമ്പനികൾ, ഗൂഗിൾ അവരുടെ AI റോബോട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് റിലീസ് ചെയ്യാറായി. അതുപോലെ തന്നെ വേറെ പല കമ്പനികൾ അവരുടേതായ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് AI റോബോട്ടിക്സ് ഫീൽഡ്. സോ ഇനി ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കഴിവുള്ള റോബോട്ടുകൾ ഈ കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനി പറയുന്ന ഈ 3 കാര്യങ്ങളിൽ മാത്രമായിട്ട് ഈ റോബോട്ടിനെ ഒതുക്കി നിർത്തുമോ? ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.